ദിവസങ്ങളിലേക്ക് കടന്നു വരും. അവൻ സർവാധിപനാണ്, സർവശക്തനാണ്, പരമപരിശുദ്ധനായ ആ ദൈവത്തെ പോലെ ആകാനാണ് എന്റെ സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. 60, 70, 80 വർഷം മാത്രം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് വന്ന് അതിനുശേഷം നിത്യജീവിതത്തിലേക്ക് സ്വർഗത്തില് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുന്ന ആ ഒരു സ്വർഗീയ വൃന്ദങ്ങളോട് ചേരുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ ആ യേശുക്രിസ്തുവില് നമുക്ക് വിശ്വസിക്കാം. ആ യേശുക്രിസ്തുവിന്റെ നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിമിഷമെങ്കിലും യേശുവേ എന്നോട്, എന്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ, ഞാനായിരിക്കുന്ന അവസ്ഥ നീ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തില് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ കാലടികള് ഞാൻ എണ്ണിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതവസ്ഥയിലൂടെ പോകുന്നവനാണെങ്കിലും, എത്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവനാണെങ്കിലും യേശുക്രിസ്തു ദൈവം പറയുന്നു നിന്റെ കണ്ണീർ കണങ്ങള് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, ആ യേശുവിൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോയെ എന്നോടും എന്റെ കുടുംബത്തോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം നിങ്ങൾ മാറ്റിവെക്കുവാണെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയങ്ങളിൽ എത്ര സംശയങ്ങളുണ്ടെങ്കിലും, എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും, ഇവിടെ കുറച്ച് ലഘുലേഖകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലഘുലേഖകൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും, നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും, യേശുവേ എനിക്ക് സത്യം മനസ്സിലാക്കി തരണമേ എന്ന് നിത്യമായ സത്യമായ വചനം ദൈവമേ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. അതിന് ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.